മലപ്പുറം ജില്ലയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ ചെറിയൊരു അസ്വാരസ്യം അല്ലെങ്കിൽ ചെറിയൊരു ഒരസൽ നടക്കുന്നു എന്നുള്ള കുറച്ച് വിവരങ്ങൾ പുറത്തോട്ട് വരുന്നുണ്ട്. അതായത് എന്തോ കുഞ്ഞാലിക്കുട്ടി എന്തോ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലൊരു കോൺഗ്രസ് അണികൾക്കിടയിൽ അല്ലെങ്കിൽ നേതാക്കൾക്കിടയിൽ ചെറിയൊരു സംശയങ്ങളൊക്കെ നിൽക്കുന്നു. അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? അതായത് ഇപ്പം നിലവിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലീഗും കോൺഗ്രസും തമ്മിൽ, അതായത് നമ്മൾ സംസ്ഥാനത്തെ മൊത്തത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിൽ വലിയ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ ലീഗും കോൺഗ്രസും തമ്മിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. UDF എന്ന് പറയുന്ന ഒരു മുന്നണി ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യം. അതിനകത്ത് ഒരു കല്ലുകടിയോ ഒന്നുമില്ല ഇപ്പോഴും മുന്നണിക്കകത്ത്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും പല ഇടങ്ങളിലും പ്രാദേശിക നേതൃത്വങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ പ്രശ്നങ്ങളില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പം നമ്മൾ നോക്കി ഇത് തുടക്കം മുതൽ തന്നെ നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. അതായത് പലയിടങ്ങളിലും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രാദേശിക നേതാക്കന്മാർ ലീഗിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന ഒരു പൊതുരീതി നേരത്തെ മുതൽ തന്നെ ഈ പറയുന്ന കോൺഗ്രസ് ഈ തർക്കത്തിനകത്ത് ഉണ്ട്. ആ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പം മലപ്പുറത്തെ കോൺഗ്രസ്സുകാർക്ക് ആ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇതിന്റെ +1 സീറ്റുകൾ അല്ലെങ്കിൽ +1 കൂടുതൽ സ്കൂളുകളിലേക്ക് സീറ്റുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വിവാദമുണ്ട്. അപ്പൊ നമ്മൾ മലപ്പുറത്തേക്ക് എന്ന് പരിശോധിച്ചാൽ പണ്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സീറ്റുകൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് ഈ +2-ന്. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോഴും പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു തോന്നൽ കോൺഗ്രസ് പാർട്ടിക്ക് ലീഗിന് ഉണ്ട്. അതായത് ഞങ്ങൾക്കാർക്കും കിട്ടേണ്ടത് കിട്ടുന്നില്ല, അവർ പലതും നേടിയെടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ പറയുന്ന പോലെ അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന വേറൊരു വിവാദമാണ് മലപ്പുറത്തെ 2 ജില്ലയാക്കുക എന്ന് പറയുന്ന മറ്റൊരു വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നു. അപ്പൊ അവർക്ക് എന്ത് അടിസ്ഥാനമാണെന്നത് പോപ്പുലേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ, ഇനി അതല്ല അവരുടെ ജില്ലാ ആസ്ഥാനത്തേക്കുള്ള ഡിസ്റ്റൻസ് കാരണമാണ്. ഇപ്പം നിലമ്പൂര് എന്നൊക്കെ മലപ്പുറത്തേക്കൊക്കെ എത്തുമ്പോൾ അത്രയും ഡിസ്റ്റൻസ് ഉണ്ടാകാനുള്ള സാഹചര്യം. ഇനി ഡിസ്റ്റൻസ് ആണോ, അപ്പോൾ അതിന് നിബന്ധനകൾ ഉണ്ടാവണം. ഇപ്പോൾ ജില്ലാ രൂപീകരണത്തിൽ അപ്പൊ ഇനി ജില്ലാ രൂപീകരണത്തിലേക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ ഇവിടുത്തെ നേതൃത്വം അതിനുവേണ്ടി പരിശ്രമിച്ചു കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വീണ്ടും ലീഗും കോൺഗ്രസും തമ്മിൽ ഇടച്ചിലുണ്ടാവും. പ്രാദേശിക തലത്തിൽ പലയിടങ്ങളിലും അതുണ്ട്. അത് കാരണം പലയിടത്തും സ്ഥാനാർത്ഥി നിർണയ ഈ നമ്മൾ പറയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും ഒക്കെ ഈ ഒരു പ്രതിസന്ധി അവിടെ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പിന്നെ ഇനി ലീഗിന് മൊത്തത്തിൽ എന്തെങ്കിലും ഇടച്ചിലുണ്ടാകത്തക്ക സാഹചര്യം സത്യത്തിൽ UDF-നകത്ത് നിലനിൽക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉമീദ് ആക്ട് അത് ഭേദഗതി ചെയ്യുന്ന സാഹചര്യത്തിൽ ആ വഖഫ് ബോർഡിനകത്തേക്ക് 2 അമുസ്ലിങ്ങളെ കൂടി നിയമിക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ആ നിയമ ഭേദഗതിയിൽ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ പിന്നെ അഡ്വക്കേറ്റ് ജനറൽ കോടതി ഈ കാര്യം അറിയിച്ചു. ഞങ്ങൾ ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്ന പോലെ അനുസരിക്കാൻ, ഷോൺ ജോർജ് ആണ് ഇതിന്റെ പരാതിയായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്, അപ്പോൾ അതുപോലെ അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പിന്നെ ഇവിടുത്തെ അഡ്വക്കേറ്റ് ജനറൽ വിവരം ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2 അമുസ്ലിങ്ങളെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ തയ്യാറാണ് എന്നത് തന്നെയാണ്. നമ്മളിന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലത്തിന് മുമ്പ് ഇടത് സർക്കാർ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ ഈ വഖഫ് ബോർഡിലേക്ക് നിയമനങ്ങൾ PSCക്ക് വിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം PSCക്ക് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇതിനകത്തിലെ ബോർഡിനകത്തുള്ള ഏകദേശം 11 മെമ്പർമാരെയും നിയമിക്കുക എന്നുള്ളതല്ല, ഇതിനകത്ത് വരുന്ന ചെറിയ ചെറിയ ജോലികളുണ്ട്. മീൻസ് ഇപ്പം ഈ പറയുന്ന പോലെ ക്ലറിക്കൽ പോസ്റ്റുകൾ, ക്ലാസ് 4 ജീവനക്കാർ, ഇങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുള്ള വഖഫ് ബോർഡിനകത്ത്. വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി മാത്രമല്ലല്ലോ, അതിനെ ചുറ്റിപ്പറ്റി അതിന്റെ ക്ലറിക്കൽ വർക്കുകളും അതോടൊപ്പം തന്നെ ക്ലാസ് 4 പിയൂൺ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്തേക്ക് PSC നിയമനം എന്നുള്ളത്, എന്നിട്ട് അതിലും മുസ്ലിം സംവരണം കൊടുത്തു. അപ്പം നമ്മൾ കാണേണ്ടത്, ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന വഖഫ് നിയമം അല്ലെങ്കിൽ വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിടുന്നു എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിൽ ഞാൻ ഈ പറഞ്ഞൊരു 11 പേരുണ്ടല്ലോ, ഇവരാണ് ബോർഡിനകത്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന ഇലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. ഇത് PSCക്ക് വിടുമെന്നല്ല സർക്കാർ അന്ന് ഉദ്ദേശിച്ചത്. പകരം ഈ പറയുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനകത്ത് വരുന്ന ക്ലറിക്കൽ വർക്കുകളുണ്ട്, അതോടൊപ്പം തന്നെ ക്ലാസ് 4 വർക്കുകൾ, ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് PSCക്ക് അതിന്റെ നിയമനം വിടുക. അപ്പൊ ആ നിയമനത്തിനകത്തും മുസ്ലിംസിന് പരിഗണന കൊടുത്തുകൊണ്ടാണ് ഇടത് സർക്കാർ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. പക്ഷേ ലീഗ് എന്ത് ചെയ്തു? ലീഗ് കട്ടക്ക് എതിർത്തു, അത് പറ്റില്ല എന്ന് പറഞ്ഞു.
അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ CPM-ന്റെ അല്ലെങ്കിൽ LDF ഗവൺമെന്റ് ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി ഇതിനകത്തേക്ക് അമുസ്ലിങ്ങളെ, അതായത് വഖഫ് ബോർഡിനുള്ളിലേക്ക് അമുസ്ലിങ്ങളെ കുത്തിത്തിരികാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനമാണ് ഇടത് സർക്കാർ പുലർത്താൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് ഇവിടെ വലിയ രീതിയിൽ പ്രക്ഷോഭം അഴിച്ചുവിട്ടു. അപ്പം പിന്നെ പിണറായി വിജയൻ ഇത് എന്തറിയാം. അപ്പം ഇതിനെ UDF എന്ത് ചെയ്തു? പിണറായി വിജയനെതിരായിട്ടുള്ള ശക്തമായ ഒരു ആയുധമാക്കി. അവിടെ മുതൽ തുടങ്ങുകയാണ് ഈ പിണറായി വിജയനോട് അല്ലെങ്കിൽ പിണറായി വിജയന് ന്യൂനപക്ഷങ്ങളോട് എതിർപ്പാണ് എന്ന് പറയുന്ന ഒരു ടോക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീതി അവിടെ മുതൽ തന്നെ ആരംഭിക്കുകയാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് ശക്തമായി എതിർത്തു. മുസ്ലിം ലീഗ് മാത്രമല്ല സമസ്ത, പിന്നെ ഈ കാന്തപുരം എല്ലാവരും ഇതിനെതിരെ ശക്തമായ ഒരു പിന്നെ എതിർപ്പറിയിച്ചതോടുകൂടി സർക്കാരിന് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറേണ്ടതായിട്ട് വന്നു. അക്ഷരാർത്ഥത്തിൽ ചിന്തിച്ചത് വേറൊന്ന്, അതായത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച വേറൊന്ന്, ഇവര് ചിന്തിച്ചത് വേറൊന്ന്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ കേരളത്തിൽ ഉണ്ടായി. ആ സാഹചര്യമൊക്കെ മറികടന്നത് ഇപ്പൊ എത്തി നിൽക്കുമ്പോൾ 2 അമുസ്ലിങ്ങളെ ഞങ്ങൾ നിയമിക്കാൻ തയ്യാറാണ് എന്ന് പിന്നെ സംസ്ഥാന സർക്കാരിന്റെ അഡ്വക്കേറ്റ് ജനറൽ അവിടെ വാക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇവിടെ അമുസ്ലിങ്ങൾ അന്നേരം കയറിക്കൂടും. അതായത് നമ്മുടെ പിന്നെ വഖഫ് ബോർഡിനുള്ളിൽ 2 അമുസ്ലിങ്ങൾ വരും. CPM എന്താ കഴിഞ്ഞ തവണ ചെയ്തത്? ഇടതുപക്ഷം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷം ആ 2 വേക്കൻസി ഒഴിച്ചിട്ടു. ഞങ്ങളത് പോസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള നിലയിൽ ആ 2 പേരെ ഒഴിച്ചിട്ടിട്ടാണ് നിയമനം വന്നത്. എന്നിട്ട് കേസ് തീരുമാനമായതിനു ശേഷം മാത്രമേ ഞങ്ങൾ ആ നിയമനം നടത്തൂ എന്ന് പറഞ്ഞു. അതായത് അടുത്ത മാസം 14-ാം തീയതി കേസ് വെച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. സതീശൻ പറഞ്ഞത് ഞങ്ങൾ പിന്നെ സുപ്രീം കോടതി കേസ് തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാലും അടുത്ത മാസം 14-ാം തീയതി കേസ് വിളിക്കാൻ വെച്ചിരിക്കുകയാണ്. കേസ് പരിഗണിക്കാൻ വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ പറഞ്ഞു ഇത് കേസ് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന കോടതി വ്യവഹാരങ്ങളിൽ തീർപ്പുണ്ടായതിനു ശേഷം മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യൂ, ഞങ്ങൾ ഇതിൽ നിയമനം നടത്തുകയുള്ളൂ. അതുവരെ അമുസ്ലിങ്ങളെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യില്ല, ആ 2 വേക്കൻസി ഒഴിച്ചിടുകയും ചെയ്യും എന്ന ശക്തമായ നിലപാട് പിന്നെ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം എടുത്തിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അപ്പൊ ഇപ്പം മുസ്ലിം ലീഗിന് മിണ്ടാട്ടം പറ്റുന്നില്ല. ഇത് പലർക്കും അവിടെ താല്പര്യമില്ല. കാര്യം കോൺഗ്രസ് നടത്തുന്ന ഇത്തരം പ്രീണന സമീപനങ്ങളെ താങ്കൾ എതിർക്കേണ്ടതുണ്ട് എന്നൊരു തോന്നൽ അക്ഷരാർത്ഥത്തിൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ആൾക്കാർക്കുണ്ട്. കാരണം എന്താണ്, ഇവരുടെ അവകാശങ്ങളാണ്. ഇവിടെ അമുസ്ലിങ്ങളെ നിയമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടും പിന്നെ ഈ വഖഫ് നിയമവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അമുസ്ലിങ്ങളെ ഒരിക്കലും പാടില്ല എന്ന് ലീഗിന് ഉറപ്പുണ്ട്. പക്ഷെ എന്നിട്ടും ആ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ലീഗ് എന്തോ കാര്യമായി അവരിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന തോട്ട് ഈ പറയുന്ന കോൺഗ്രസിനുണ്ട്. പ്രാദേശിക തലത്തിൽ ഇതൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നേ നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ഈ പറയുന്ന സംസ്ഥാന തലം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ മാത്രമാണ് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോകുന്നത്. പ്രാദേശിക തലത്തിൽ നമ്മൾ എവിടെ ചിന്തിച്ചു നോക്കിയാലും, അത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാലും ശരി, മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിരുന്നാലും ശരി, ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്.